ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ കുറേ സ്ട്രീറ്റ്സ് ഉണ്ട് കേട്ടോ ബാംഗ്ലൂർ. അതിൽ വൺ ഓഫ് ദി ഫേമസ് ആണ് ചിക്പെട്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ചിക്പെട്ടിൽ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങൾ താമസിച്ചിരുന്നത് ഇലക്ട്രോണിക് സിറ്റിയിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇപ്പം കണക്റ്റഡ് മെട്രോ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ മെട്രോയിലാണ് കേട്ടോ ചിക്പെട്ടിലേക്ക് പോയത്. ഫസ്റ്റ് യെല്ലോ ലൈനും പിന്നെ ഗ്രീൻ ലൈനും. അവിടുന്നുള്ള ആൾക്കാർ വീണ്ടും വരും. കേരളല്ലേ കാരണം വെച്ചാൽ ആ യെല്ലോ ലൈനിൽ നിന്നുള്ളത് 20 മിനിറ്റ് കൂടുമ്പോഴാണ് 22 മിനിറ്റ് കൂടുമ്പോഴാണ് ഗ്യാപ്പ്. അപ്പോൾ ഈ യെല്ലോ ലൈനിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും കൂടെ അതിനകത്ത് നിറച്ച ആൾക്കാർ കാണും. അവരെല്ലാവരും കൂടെ മിക്കതും ഒരു 80% ആൾക്കാർ ഇങ്ങോട്ട് പോകാനുള്ളതായിരിക്കും. പക്ഷേ ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ഇടവിലുണ്ട്. അപ്പോൾ അപ്പോഴവർ രണ്ടാമത്തെ ട്രെയിനിൽ കയറുന്നതായിരിക്കും എപ്പോഴും നല്ല കാര്യം. സോ ഞങ്ങൾ യെല്ലോ ലൈനിൽ വന്നിറങ്ങിയിട്ട് ഫസ്റ്റ് ട്രെയിനിൽ കയറാതെ സെക്കൻഡ് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോഴാണ് ജിക്ക് ഒരു കാര്യം പറയുന്നത്, ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ഞങ്ങൾ വന്നിരുന്ന മെട്രോ ട്രെയിൻ ഡ്രൈവർലെസ് ആയിരുന്നു എന്ന്. ഇത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ ആണ് കേട്ടോ. അങ്ങനെ 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ട്രെയിൻ വന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ചിക്പെട്ട് സ്റ്റേഷനിലെത്തി കേട്ടോ. മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുമ്പം തന്നെ ഈ ഷോപ്പിംഗ് ഏരിയയും സ്ട്രീറ്റ്സും ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഡ്രസ്സ് തന്നെ കാഷ്വൽ ആയാലും പാർട്ടി വെയർസ് ആയാലും സാൻഡൽസ്, ഷൂസ്, ബാഗുകൾ, പാത്രങ്ങൾ, വിളക്കുകൾ, ഫ്ലവേഴ്സ്, പിന്നെ അല്ലാത്ത ആക്സസറീസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ കതിരൂട്ടിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനാണ് പോയത്. ചില കടയിലൊക്കെ ഇങ്ങനെ തറയിൽ മെത്തയൊക്കെ വിരിച്ച് നമ്മൾ അതിലിരുന്നിട്ടാണ് കേട്ടോ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ കുഞ്ഞൂസ് ഒരിടത്തൊന്നും അടങ്ങിയൊന്നും ഇരിക്കത്തില്ലായിരുന്നു. കതിരൂട്ടിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. സത്യം പറഞ്ഞാൽ ചിക്പെട്ടിൽ നല്ല ഫുഡ് സ്പോട്ട്സ് ഒക്കെ കുറവായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഞങ്ങൾ കുറേ തപ്പിയിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഈ പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ വന്നത്. ഭയങ്കര വെയിറ്റിംഗ് ടൈം ആയിരുന്നു കേട്ടോ. എന്തായാലും ഫുഡൊക്കെ വന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞ് ഷൂ ഒക്കെ നോക്കാൻ പോയായിരുന്നു. പക്ഷേ എന്തോ ഒന്നും അങ്ങോട്ട് റെഡി ആവാത്തതുകൊണ്ട് നമ്മൾ ഷൂ ഒന്നും വാങ്ങിയില്ലായിരുന്നു കേട്ടോ. ആസ് എ മദർ ഓഫ് എ ബേബി ഗേൾ എനിക്കിങ്ങനെ ക്ലിപ്സും ഹെയർ ബാൻഡ്സും ഒക്കെ വാങ്ങിക്കുന്നത് ഭയങ്കര ക്രേസാണ്. അങ്ങനെ കുഞ്ഞൂസിന് കുറച്ച് ക്ലിപ്പും ഹെയർ ബാൻഡ്സും ഒക്കെ വാങ്ങി കേട്ടോ. ഇവിടെ ഇപ്പം കുറേ ഷോപ്പിലൊക്കെ ഫിക്സ്ഡ് പ്രൈസാണ്. പക്ഷേ ചില ഷോപ്പിലൊക്കെ നമുക്ക് ബാർഗെയിൻ ഒക്കെ ചെയ്ത് കുറച്ചുകൂടെ വിലക്കുറവിൽ വാങ്ങാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടത് സൈസ് എൽ സൈസാ. പിന്നെ എനിക്കുള്ള ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി കുറേ ഡ്രസ്സൊക്കെ നോക്കി. കുറച്ചു നേരം ക്ഷമയോടെ ഇരുന്ന് നോക്കും എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല നല്ല ഡ്രസ്സൊക്കെ കിട്ടും കേട്ടോ. വെട്ടം കിടന്ന് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല രസമാണ്. നിറമൊന്നുമില്ല ഇവിടെ. ലാസ്റ്റ് എനിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴക്കോളൊക്കെ ആയിരുന്നു കേട്ടോ. മഴ പെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചിക്പെട്ട് ഷോപ്പിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുഞ്ഞു കുട്ടികളെ മാക്സിമം കൊണ്ടുപോകാതിരിക്കുക. കാരണം ഒരുപാട് നടക്കാനൊക്കെ കാണും. നമ്മളും അവരും ഒരേ കൂട്ടി ടയർഡാവും. ഇനി അഥവാ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ട സാഹചര്യമാണെങ്കിൽ മാക്സിമം വീക്ക് ഡേയ്സിൽ പോകാൻ നോക്കുക. വീക്കെൻഡ് ഡേയ്സിൽ ഭയങ്കര റഷായിരിക്കും. ഇനി വീക്കെൻഡ് ഡേയ്സിലാണ് പോകണമെങ്കിൽ മഴയൊക്കെ ഇല്ലാത്തപ്പം പോകാൻ നോക്കണേ. പിന്നെ മെട്രോ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ടു ട്രാവൽ ബിക്കോസ് ബാംഗ്ലൂരിലെ ട്രാഫിക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബൈ, and do subscribe our channel for more videos.